നമസ്കാരം. സനാതന ധർമ്മം ചർച്ച ചെയ്യപ്പെടുന്ന, വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഹിന്ദു സങ്കല്പം അനുസരിച്ച് ത്രിമൂർത്തി സങ്കല്പം, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, ആ സങ്കല്പത്തിലൂന്നിയാണ് ആധുനിക ഹിന്ദു മതത്തിലെ ആചാര അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഭക്തിപ്രസ്ഥാനവും എല്ലാം വളർന്നു വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ശിവനും വിഷ്ണുവിനും ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുള്ളപ്പോൾ ബ്രഹ്മാവിന്, സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ബ്രഹ്മാവിന് ഉള്ള ക്ഷേത്രങ്ങൾ അത്യപൂർവമാണ്. മാത്രമല്ല, ഈ ദൈവങ്ങളോടൊപ്പമുള്ള, വിഷ്ണുവിനോടൊപ്പമുള്ള ലക്ഷ്മിയും ശിവനോടൊപ്പമുള്ള പാർവതിയെയും അവരുടെ പ്രതിഷ്ഠകളും ധാരാളമായി നമുക്ക് കാണാൻ പറ്റും. വിഷ്ണുവിനോടൊപ്പമുള്ള പത്നി സമേതനായിരിക്കുന്ന വിഷ്ണുവിനെയും പത്നി സമേതനായിരിക്കുന്ന പാർവതി സമേതനായിരിക്കുന്ന ശിവനെയും നമുക്ക് കാണാൻ പറ്റും അർദ്ധനാരീശ്വര സങ്കല്പത്തിലൊക്കെ. പക്ഷേ എന്തുകൊണ്ടാണ് സരസ്വതിക്ക്, അല്ലെങ്കിൽ സരസ്വതിയോടൊപ്പം കരുതപ്പെടുന്ന ബ്രഹ്മാവിനും ക്ഷേത്രങ്ങൾ ഇല്ലാതെ പോയത്? സർവവിദ്യകളുടെയും അധിദേവതയാണ് വീണാപാണിയായ സരസ്വതി. സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുന്ന ബ്രഹ്മാവ്, ഈ ബ്രഹ്മാവിനും സംസ്കാരം കൊണ്ടറിയപ്പെടുന്ന മനുഷ്യരുടെ ആ ഒരു സങ്കല്പത്തിൽ ഉറച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ആ സങ്കല്പത്തിൻ്റെ പിന്നിലുള്ള അതിദേവതയായ സരസ്വതിയും നമ്മൾ ആരാധിക്കപ്പെടാതെ പോകുന്നത്. ആരാധിക്കപ്പെടണം എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ്? ഇതിന് ചരിത്രപരമായ, അല്ലെങ്കിൽ അതിന് ആചാരപരമായ, പാരമ്പര്യപരമായ ചില വിഷയങ്ങളിലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. ഈ എഴുത്തിനിരുത്തുക എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. ഇന്ത്യയിലാകെ നിലവിലുള്ളതാണ്. ദുർഗാഷ്ടമിയും രാമനവമിയും വിജയദശമിയും, ദശമി ദിവസമാണ് എഴുത്തിനിരുത്തുന്നത്. എഴുത്തിനിരുത്തുന്ന ദിവസം ചൊല്ലുന്ന മന്ത്രം ഇതാണ്: ഹരി ശ്രീ ഗണപതായേ നമഃ അവിൽഖമസ്തു ഗുരുഭ്യോ നമഃ എന്നാണ്. ഹരി ശ്രീ ഗണപതായേ നമഃ അവിൽഖമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ എന്നാണ്. ഈ വിദ്യയുടെ അതിദേവത എന്ന് പറയുന്നത് സരസ്വതിയാണ്. വീണാപാണിയായ സരസ്വതിയാണ് വിദ്യയുടെ അതിദേവത. ആ അതിദേവതയെ നമിക്കാതെ, അവരുടെ പേരുൾപ്പെടുത്താതെ, അവരെക്കുറിച്ച് ഒരക്ഷരവും മിണ്ടാതെ ആണ് നമ്മൾ കുട്ടികളെ എഴുത്തിനിരുത്തുന്നത്. എന്തുകൊണ്ട്? ഇവിടെയാണ് നമ്മൾ സരസ്വതിയുടെ പുരാവൃത്തം എങ്ങനെയാണ് നമ്മൾ ഹിന്ദു സമൂഹത്തിലേക്ക്, ഹിന്ദു വിശ്വാസത്തിലേക്ക് കുടിയേറിയത് എന്നുകൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. സരസ്വതിയെ നമ്മൾ ആദ്യമായി കാണുന്നത് ഋഗ്വേദത്തിലാണ്. ഋഗ്വേദത്തിൽ ഒരു വീട്ടമ്മയുടെ ഒരു സ്ത്രീ നാമമായിട്ട് മാത്രം പ്രത്യക്ഷപ്പെടുന്ന സരസ്വതി പിന്നീട് ഒരു നദിയുടെ പേരായി മാറുകയും, പിന്നീട് സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ബ്രഹ്മാവിൻ്റെ ഭാര്യയായും നമ്മൾ സരസ്വതിയെ കാണുകയാണ്. ഈ സരസ്വതി, ഈ വിദ്യാദേവതയായ സരസ്വതി ഹിന്ദു മതത്തിലേക്ക് കുടിയേറിയ ഒരു ദേവതയാണ് എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തും. ഇതിനെക്കുറിച്ച് നിരവധി പഠനങ്ങളുണ്ട്. അതിലവസാനം വന്ന പഠനം എന്നത് പുതുശ്ശേരി രാമചന്ദ്രൻ്റെ പഠനമാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നു, ഈ ബ്രഹ്മാവും സരസ്വതിയും ആരാധിക്കപ്പെടാതെ പോകുന്നതിന് കാരണം, അല്ലെങ്കിൽ അവർക്ക് അധികം ക്ഷേത്രങ്ങളില്ലാതെ ഇരിക്കുന്നതിന് കാരണം, അത് ജൈനമതത്തിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് കുടിയേറിയ ദേവതകളാണ് എന്നാണ്. അത് എങ്ങനെയാണ് എന്ന് നമ്മളെ ചരിത്രം വീണ്ടും ബോധ്യപ്പെടുത്തുകയാണ്. ഏതാണ്ട് നമുക്കറിയാം, ജൈനമതത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുണ്യപുരുഷന്മാർ 24 പേരാണ്. 24 തീർത്ഥങ്കരന്മാർക്കും സംരക്ഷകയായി ഒരു യക്ഷിയെയും ഒരു മൃഗത്തെയും ഒരു ചിഹ്നത്തെയും സങ്കല്പിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഋഷഭദേവനാണ്. ഋഷഭദേവൻ്റെ ചിഹ്നമെന്ന് പറയുന്നത് കാളയാണ്. അവസാനത്തെ തീർത്ഥങ്കരൻ വർത്തമാന മഹാവീരനാണ്. അദ്ദേഹത്തിൻ്റെ ചിഹ്നം സിംഹമാണ്.
23-ാമതൊരു തീർത്ഥങ്കരൻ്റെ ചിഹ്നമെന്ന് പറയുന്നത് 5 തലയുള്ള സർപ്പമാണ്. ഈ 5 തലയുള്ള സർപ്പമാണ് പിന്നീട് അനന്തശായിയായ മഹാവിഷ്ണുവായി രൂപമാറ്റം വന്നത് എന്ന് പല ചരിത്രകാരന്മാർ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വരുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പരമേഷ്ടിയായ ബ്രഹ്മാവും വിദ്യയുടെ അതിദേവതയായ സരസ്വതിയും ജൈനമതത്തിൽ നിന്ന് ഹിന്ദുമതത്തിലേക്ക് കുടിയേറുന്നതിന് കാരണം ജൈനമതത്തിൻ്റെ ക്ഷയകാലത്ത് അത് വൈഷ്ണവ മതത്തിൽ ലയിച്ചു എന്നാണ്. അതായത് ബുദ്ധമതത്തിന് രൂപം കൊടുത്ത ശ്രീബുദ്ധനും ജൈനമതത്തിൻ്റെ അവസാനത്തെ തീർത്ഥങ്കരനായ വർത്തമാന മഹാവീരനും സമകാലികരായിരുന്നു. ഇവർ സമകാലികരായിരുന്നു എന്ന് മാത്രമല്ല, ഇവരുടെ ശിഷ്യഗണങ്ങളിൽ പെട്ടവർ ഇരുകൂട്ടരും ക്രമേണ അന്യോന്യം ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറിയിരുന്നു എന്നും ജൈനാഗമങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ബുദ്ധമതത്തിനെ ആക്ഷേപിക്കുന്ന പല പ്രയോഗങ്ങളും ജൈനാഗമങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ജൈനമതത്തിനെ ആക്ഷേപിക്കുന്ന പലതും ബുദ്ധമത ഗ്രന്ഥങ്ങളിലും കാണാൻ പറ്റും, പ്രത്യേകിച്ച് മണിമേഖല പോലെയുള്ള കൃതികളിൽ. അപ്പോൾ ഈ അന്യോന്യം ശത്രുക്കളായി മാറിയ ഈ മതങ്ങൾ അതിൻ്റെ ക്ഷയകാലത്ത് ഹിന്ദുമതത്തിലെ ഓരോ ശാഖകളിൽ ലയിക്കുകയാണ് ഉണ്ടായത്. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന നിലയിൽ ജൈനമതം വൈഷ്ണവ മതത്തിലും ബുദ്ധമതം ശൈവമതത്തിലും ലയിച്ചു. ഇവിടെ നമുക്ക് കാണാവുന്നത് മിക്കവാറുമുള്ള പ്രാചീന ശൈവ ക്ഷേത്രങ്ങളിലെല്ലാം കന്നിമൂലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ഗണപതിക്ക് പകരം ശാസ്താവിനെയാണ്. ശാസ്താവ് എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധനാണെന്ന് നേരത്തെ തെളിയിക്കപ്പെട്ടു. അമരകോശത്തിലും മറ്റും ശാസ്താവിനി സ്തുയ എന്നുള്ള പ്രയോഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബുദ്ധമതം ശൈവമതത്തിൽ ലയിച്ചതുപോലെ ജൈനമതം വൈഷ്ണവ മതത്തിലും ലയിച്ചു. അതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് 13-ാം നൂറ്റാണ്ടിൽ മൈസൂർ ഭരിച്ചിരുന്ന ബുക്കരായൻ എന്ന രാജാവിൻ്റെ ഒരു ഉത്തരവാണ്. ആ ഉത്തരവനുസരിച്ച് ഈ ജൈനമതക്കാരെ വൈഷ്ണവ ക്ഷേത്രത്തിൽ ജൈനമുനിമാരെ ആദരവോടെ സ്വീകരിക്കണം എന്നാണ്. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ കർണാടക ഭാഷയുടെ പിതാവ് എന്ന് കരുതപ്പെടുന്ന പമ്പൻ ആണ് ഈ വൈഷ്ണവ കൃതികളെല്ലാം കന്നഡ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്ന. പമ്പ ഭാരതവും പമ്പ രാമായണവുമെല്ലാം നമുക്കിന്നും ലഭ്യമാണ്. ഇത് കന്നഡ വൈഷ്ണവ കൃതികളെല്ലാം വിവർത്തനം ചെയ്തിരിക്കുന്നത് പമ്പനെന്ന ജൈന കവിയാണ്. അപ്പം ഇവിടെ ജൈനമതം വൈഷ്ണവ മതത്തിലും ശൈവമതം ബുദ്ധമതത്തിലും ലയിക്കുകയുണ്ടായി. അങ്ങനെയാണ് ജൈനമതക്കാരുടെ ആരാധ്യ ദേവതകളായ പരമേഷ്ടിയായ ബ്രഹ്മാവും സരസ്വതിയും ഹിന്ദുമതത്തിൻ്റെ ദേവതകളായി മാറുന്നു. ഹിന്ദുമതത്തിൻ്റെ ദേവതകളായി മാറുമ്പോൾ കുടിയേറ്റ ദേവതകൾക്ക് 2ാം സ്ഥാനമേ കൽപ്പിക്കാറുള്ളൂ. മനുഷ്യരെ പോലെ തന്നെയാണ് നമ്മളെ നാട്ടിലേക്ക് അഭയാർത്ഥികളായി എത്തുന്നൊരു സമൂഹത്തിനെ, അതായത് ശ്രീലങ്കക്കാരെ തമിഴർ എങ്ങനെയാണോ കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പൊല്ലൂരും മറ്റുമൊക്കെ കുടിയേറി താമസിക്കുന്ന ശ്രീലങ്ക സമൂഹത്തിനെ അവിടുത്തെ മലയാളികൾ എങ്ങനെയാണോ കാണുന്നത്, അതുപോലെ കുടിയേറ്റ ദേവതകളായ സരസ്വതിയെയും ബ്രഹ്മാവിനെയും നമ്മൾ ഒരു കുറഞ്ഞ ദേവതകളായി കണ്ടതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമുക്ക് ഈ സരസ്വതിയുടെയും ബ്രഹ്മാവിൻ്റെയും ക്ഷേത്രങ്ങളില്ലാതെ പോയതും അവരുടെ ആരാധനകൾ കുറഞ്ഞു പോയതും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ എഴുത്തിനിരുത്തുമ്പോൾ സരസ്വതിയുടെ നാമം ഉച്ചരിക്കാതെ
ഹരി ശ്രീ ഗണപതയെ നമഃ വിൽക്കമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ എന്ന് പറയുന്നതിനും കാരണം. മറ്റൊന്നുള്ളത്, എഴുത്ത് എന്ന് പറയുന്ന സമ്പ്രദായം മലയാളത്തിലേക്ക് പ്രചരിപ്പിച്ചത്, മലയാളത്തിലേക്ക് ഇന്ത്യയിലാകെ പ്രചരിപ്പിച്ചത് ജൈനമതക്കാരാണ് എന്നും ശാസ്ത്രകാരന്മാർ തെളിയിച്ചിട്ടുണ്ട്. കാരണം നമോസ്തു ജനതേ വാസുദേവായ എന്ന് പറയുന്ന പദങ്ങളിൽ നിന്നാണ് ജ്ഞാനം മോനം എഴുത്തുകൾ എന്ന രീതിയിൽ ആദ്യം എഴുത്തു സമ്പ്രദായം ആരംഭിച്ചത് എന്ന്. ഇന്ന് ജ്ഞാനം മോനം അറിയാത്തവൻ, അല്ലെങ്കിൽ നാനാമൂന അറിയാത്തവൻ, നാണം മോണം അറിയാത്തവൻ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിൽ ഇന്നും നിലവിലിരിപ്പുണ്ട്. അതിൻ്റെ അർത്ഥം അക്ഷരജ്ഞാനമില്ലാത്തവൻ, വിവരമില്ലാത്തവൻ, സാമാന്യ ബുദ്ധിയില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ ജ്ഞാനം മോനം അറിയാത്തവൻ എന്നുള്ള പ്രയോഗം എന്നും നിലവിലുണ്ട്. ഇന്ന് ഹരിശ്രീ എന്ന് നമ്മൾ എഴുതി തുടങ്ങുന്നു എങ്കിലും ആദ്യം ജ്ഞാനം മോനം എന്നാണ് എഴുതി തുടങ്ങിയത്. ജ്ഞാനം മോനം അതനം തുവനം ചിനം ഇന്നനം താനം ഉമ്മനം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ അക്ഷരങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തി കാണുന്നത്. അത് ആ ഈ എന്നുള്ള രീതിയിലേക്ക് മാറുകയും അത് പിന്നീട് ഹരിശ്രീ എഴുതി പഠിക്കുക എന്നുള്ള നിലയിലേക്ക് മാറുന്നതും വളരെ പിന്നീടാണ്. യഥാർത്ഥത്തിൽ ആദ്യം ജ്ഞാനം മോനം എഴുത്തുകൾ എന്നുള്ള നിലയ്ക്കാണ് നമ്മളിത് അറിയപ്പെട്ടിരുന്നത്. ഇതിൻ്റെയൊക്കെ തെളിവുകൾ, അതായത് നമ്മുടെ എങ്ങനെയാണ് ജൈനമതം ഹിന്ദുമതത്തിൻ്റെ ഭാഗമായത് എന്നുള്ളതിന് തെളിവ് നമുക്ക് കിട്ടുന്നത് 1522 1522 തിരുവിതാംകൂർ രാജാവായിരുന്ന ഭൂതലവീര മാർത്താണ്ഡവർമ്മ ഇന്ന് നാഗർകോവിലുള്ള നാഗർ ക്ഷേത്രത്തെ ഹിന്ദു ക്ഷേത്രമായി മാറ്റിയതിൻ്റെ ഒരു രേഖയുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം നടത്തുകയും അതിന് പള്ളിച്ചന്തമെന്ന പേരിൽ കുറേ വസ്തുക്കൾ ചാർത്തിക്കൊടുക്കുകയും അവിടുത്തെ പൂജാരിമാരായിരുന്ന കമല പണ്ഡിതനും ഗുണവീര പണ്ഡിതനും, കമലവാഹന പണ്ഡിതൻ, ഗുണവീര പണ്ഡിതൻ എന്ന 2 ജൈന പൂജാരിമാരെ പുറത്താക്കിയതിനു ശേഷം അവിടെ ബ്രാഹ്മണ സമൂഹത്തിന് പൂജയ്ക്ക് വേണ്ടി നിയോഗിക്കുകയും ചെയ്തതിൻ്റെ തെളിവുകൾ അവിടുത്തെ ശിലാലിഖിതങ്ങളിൽ നമുക്ക് ഇന്ന് ലഭ്യമാണ്. അത് 1522 ബുദ്ധമതവും ജൈനമതവും കേരളത്തിലെ ഇന്ത്യ ആകമാനം ക്ഷയിക്കുകയും ഏകദേശം ബുദ്ധമതം കേരളത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുകയും ചെയ്തതിന്, കേരളത്തിൽ നിന്നാൽ ഇന്ത്യയിൽ നിന്ന് തന്നെ അത് ഏതാണ്ട് വളരെ ചുരുക്കം ആളുകളിൽ ചുരുങ്ങി ബാക്കിയെല്ലാം അപ്രത്യക്ഷമാവുകയും ചെയ്തതിന് കാരണം, ഒരുപക്ഷെ അംബേദ്കറിന് മുമ്പ് ഇവിടെ ബുദ്ധമതക്കാർ വിരലുണ്ടാവുന്ന ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ളൊരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജൈനമതം ഭാഗികമായി നിലനിൽക്കുകയും മറ്റത് പൂർണ്ണമായി നശിച്ചു പോവുകയും ചെയ്തതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ജൈനമതം ഹിന്ദുമതത്തെപ്പോലെ ചാതുർവർണ്ണ്യ വ്യവസ്ഥ അംഗീകരിച്ചു എന്നുള്ളതാണ്. ഹിന്ദുമതത്തെപ്പോലെ ചാതുർവർണ്ണ്യ വ്യവസ്ഥ നമ്മുടെ ജൈനമതത്തിലും നിലനിന്നിരുന്നു എന്നാണ്. 1950 അഖിലേന്ത്യാ ജൈന പരിഷത്ത് പട്ടികജാതിക്കാർക്ക് വേണ്ടി ജൈന ക്ഷേത്രങ്ങൾ തുറന്നു കൊടുക്കുന്നത്. അതായത് കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തി പിന്നെയും 14 കൊല്ലങ്ങൾക്ക് ശേഷമാണ്, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി വീണ്ടും 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അഖിലേന്ത്യാ ജൈന പരിഷത്ത് ഒരു ഉത്തരവിലൂടെ പട്ടികജാതിക്കാർക്കും ക്ഷേത്ര പ്രവേശനം അനുവദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഹിന്ദുമതത്തിലെ ചാതുർവർണ്ണ്യ വ്യവസ്ഥയേക്കാൾ കുറച്ചുകൂടി ശക്തമായി വർണ്ണവ്യവസ്ഥ തുടർന്നിരുന്ന ഒരു സമൂഹമായിരുന്നു ജൈന മതം. ആ ജൈനമതത്തിലെ ദേവതകളെയാണ്, അതായത് ബ്രഹ്മാവിനെയും സരസ്വതിയെയുമാണ് ഹിന്ദുമതം ദത്തുകൊള്ളുകയും അങ്ങനെ കുടിയേറ്റ ദേവതകൾക്ക് ക്ഷേത്രങ്ങൾ അത്യപൂർവമായി ചുരുങ്ങിപ്പോയതും പ്രധാന കാരണം. അക്കൂട്ടത്തിൽ വരുന്ന വേറൊരു മാറ്റം, ഈ ജ്ഞാനം മോനം എഴുത്തുകൾ എന്നുള്ളതിനെ നമ്മൾ ഹരിശ്രീ എന്ന നിലയിലേക്ക് മാറ്റുന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത്രയും ഇവിടെ പറയുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ആചാരങ്ങൾ കാലാകാലങ്ങളിൽ മാറിയിട്ടുണ്ട്. സനാതനം ഒരിക്കലും മാറ്റമില്ലാതെ പാരമ്പര്യമായി തുടരുന്നു എന്ന് നമ്മൾ പറയുന്നതിന്, ചരിത്രപരമായി സാധുതയില്ല എന്ന് പറയുന്നതിനും തെളിയിക്കുന്നതിനും വേണ്ടി മാത്രമാണ്
ഇവിടെ ഈ ഒരു വസ്തുത നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടുന്ന മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മുരുകൻ എന്ന് പറയുന്ന ദ്രാവിഡ ദേവത കാർത്തികേയൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു, സുബ്രഹ്മണ്യൻ എന്നുള്ള പേരിലുമൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ മുരുകൻ വടക്കേ ഇന്ത്യയിൽ ബ്രഹ്മചാരിയാണ്, തെക്കേ ഇന്ത്യയിൽ വള്ളിയുടെയും ദൈവാനിയുടെയും 2 ഭാര്യമാരുള്ള ദേവതയാണ്. വള്ളിയും ദൈവാനിയെയും ഭാര്യമാരാക്കി വെച്ചിരിക്കുന്ന കാർത്തികേയൻ അഥവാ മുരുകൻ അഥവാ സുബ്രഹ്മണ്യൻ വടക്കേ ഇന്ത്യയിൽ ബ്രഹ്മചാരിയാണ്. അതുപോലെ തെക്കേ ഇന്ത്യയിലെ ഗണപതിയുടെ പെണ്ണുകെട്ട് പോലെ എന്നൊരു പ്രയോഗം പോലും മലയാളത്തിലുണ്ട്. ഗണപതി നിത്യബ്രഹ്മചാരിയാണ്, വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷേ വടക്കേ ഇന്ത്യയിലെ ഗണപതി 2 വിവാഹം കഴിച്ചവനാണ്. സിദ്ധി എന്നും ബുദ്ധി എന്നും പേരായ 2 ഭാര്യമാരോടുകൂടി കഴിയുന്ന ഗണപതിയെ വടക്കേ ഇന്ത്യയിൽ കാണാം. അതേ ഗണപതി ഇവിടെ നമുക്ക് നിത്യബ്രഹ്മചാരിയായും കാണാം. അപ്പോൾ ഈ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ ഇതെല്ലാം കാലത്തിനനുസരിച്ച്, ദേശത്തിനനുസരിച്ച് ഒക്കെ, സമൂഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഒക്കെ മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഏറെ മുന്നേറിയതും ഇന്നൊരാധുനിക സമൂഹമായി നമ്മൾ മാറി. അതുകൊണ്ട് സനാതനം എന്നുള്ള സങ്കല്പം പോലും ഒരു പക്ഷേ നമുക്ക് നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതും, നമ്മുടെ ചരിത്രത്തിന് നിരക്കാത്തതും, നമ്മുടെ സാമാന്യബോധത്തിന് നിരക്കാത്തതും, കാലഘട്ടത്തിന് നിരക്കാത്തത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും വിവരങ്ങൾ മുമ്പോട്ട് വെച്ചത്. നന്ദി, നമസ്കാരം.